പ്രൈസ് ലോർഡ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ ദിവസത്തിനായി സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്നേഹവാനായ സ്വർഗീയ പിതാവ്, കൃപയും കരുണയും മനസ്സലിവും ദയവുള്ള ദൈവം തൻ്റെ കൃപയാൽ നമുക്കൊരു പുതിയ ദിവസം കൂടി ദാനമായി നൽകി. ഓരോ ദിവസവും ഏറ്റവും പുതിയതും ഏറ്റവും മനോഹരവുമാണ്. ദൈവത്തിൻ്റെ മക്കൾ ദൈവികമായിട്ടുള്ള സ്വസ്ഥതയും സമാധാനവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ആവശ്യമായ അളവിൽ ദൈവം ധാരാളമായ കൃപ തൻ്റെ മക്കളുടെ മേൽ പകരുന്നു. ആ കൃപയാണ് നമ്മെ സ്വസ്ഥതയിലും സമാധാനത്തിലും ജീവിക്കാനായിട്ട് സഹായിക്കുന്നത്. കാരണം ഓരോ ദിവസവും പലവിധമായിട്ടുള്ള വിഷയങ്ങളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ ദൈവം നമ്മുടെ മേൽ പകരുന്ന കൃപ ദൈവികമായിട്ടുള്ള സ്വസ്ഥതയിൽ തന്നെ കാര്യങ്ങളെ കാണാനും, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവിൽ ദൈവികമായിട്ടുള്ള സ്വസ്ഥതയിൽ തന്നെ മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം സഹായിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ദൈവജനം ഇങ്ങനെ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട്, ദൈവ മുഖം അന്വേഷിച്ചുകൊണ്ട്, യഥാസ്ഥാനപ്പെട്ട് മനസ്സ് പുതുക്കി പാപവഴികൾ വിട്ടുതിരിഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന ഒരളവിൽ കയറി വരുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസവും ദൈവം ആഗ്രഹിക്കുന്ന ഒരളവിൽ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളായി തീരുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-2 വാക്യങ്ങൾ അവിടെ പറയണം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പാപത്തിൻ്റെ ശിക്ഷ മരണമാണെന്ന് ദൈവമാണ് കൽപ്പിച്ചത്. ദൈവവചനം തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് റോമാലേഖനത്തിൽ വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി. നാം പാപം ചെയ്ത് പാപിയായതല്ല, മറിച്ച് ഏകൻ്റെ അനുസരണക്കേടിനാൽ എല്ലാവരും പാപികളായിത്തീരുന്നു. അങ്ങനെയാണ് നാം പാപത്തിന് അടിമപ്പെട്ടത്. എന്നാൽ ജീവിതയാത്രയിൽ പാപത്തിൽ ജനിച്ച് പാപത്തിൽ വളർന്ന് പാപത്തിൽ മരിക്കേണ്ടിയിരുന്ന നമ്മളെ ജീവിതയാത്രയിൽ കർത്താവായ യേശുവിനെ അറിയുവാനായിട്ട് ദൈവം വലിയ ഭാഗ്യം നൽകുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ പാപങ്ങളെ ചുമന്നും കൊണ്ട് കാൽവരി ക്രൂശിൽ മരിച്ച നമുക്ക് വേണ്ടി നിത്യജീവനെ നൽകുവാനായി സ്വർഗത്തിലെ മഹിമകളെ വെടിഞ്ഞ് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയുവാൻ ദൈവം തന്നെ നമ്മുടെ ഹൃദയത്തെ തുറക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ യേശു എൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു എന്നുള്ള സത്യം നാം തിരിച്ചറിയുമ്പോൾ ദൈവജനം നമ്മളോട് ഇങ്ങനെ പറയുന്നു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഏക സത്യതയുമായി നിന്നെ നീ അയച്ച യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. അപ്പോൾ ഇത്തരത്തിൽ ജീവിതയാത്രയിൽ യേശുവിനെ അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി തിരിച്ചറിയുകയാണ്, യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത്. അതൊരു വ്യക്തി ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിട്ട് അവൻ്റെ പാപത്തിൻ്റെ എല്ലാ കറകളെയും കഴുകിക്കളയുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ദൈവവചനം പറയുന്ന ചില വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിൻ്റെ രക്താംബരം പോലെ ചുവപ്പായ പാപങ്ങളെ മഞ്ഞുപോലെ വെണ്മയാക്കി തരാം, ഞാനത് ആഴിയുടെ അഗാധതയിലേക്ക് വലിച്ചെറിയാം, ഞാൻ അത് ഒരു നാളും ഓർക്കുകയില്ല, കാർമുകിലിനെ പോലെ ഞാൻ നിൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയാം, സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞാനതിനെ എറിഞ്ഞു കളയാം, ഞാനതിനെ എൻ്റെ പിറകിലേക്ക് എറിഞ്ഞു കളയാം. അപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പാപത്തിൻ്റെ എല്ലാ കറകളെയും, പാപി എന്നുള്ള പേരിനെ മേലെഴുത്തിനെല്ലാം മായ്ച്ച് ദൈവം അവനെ നീതീകരിക്കുകയും ഒരു പാപമില്ലാത്തവനെ പോലെ ദൈവം അവനെ കാണുകയാണ് ചെയ്യുന്നത്. ഈ ബോധ്യം ഒരു വ്യക്തിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം ഈ ഒരളവിലാണ് ആ വ്യക്തി പിന്നീട് ജീവിക്കുന്നത്. കാരണം കുറ്റബോധത്തിലും നിരാശയിലും അല്ല പിന്നെ ജീവിക്കുന്നത്, മറിച്ച് യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ദൈവം എന്നെ നീതീകരിച്ചു, എന്നെ ദൈവത്തിൻ്റെ പൈതലാക്കി മാറ്റി, എന്നെ സ്വർഗസ്ഥലങ്ങളിൽ പിതാവിൻ്റെ പുത്രൻ ഇരിക്കുന്നിടത്ത് എന്നെയും ആ പുത്രനോട് കൂടെ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ആ സ്വർഗീയ പൗരത്വത്തിനൊത്തവണ്ണമുള്ളൊരു ജീവിതം ആണ് ഞാനിനി ജീവിക്കേണ്ടത് എന്നുള്ളൊരു വലിയ തിരിച്ചറിവിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ വ്യക്തി നയിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തികൾ തിരിച്ചറിയുകയാണ്, ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഇത്തരത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച
പാപത്തിൻ്റെ കറകളെ കഴുകിക്കളഞ്ഞ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു ശിക്ഷാവിധിയുമില്ല. കാരണം ശിക്ഷയെല്ലാം പുത്രനായ യേശുക്രിസ്തു ഏറ്റെടുത്തു. നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരം മരിച്ചു. നിത്യനരകത്തിൻ്റെ വേദനകളെല്ലാം യേശു കർത്താവ് ഏറ്റെടുത്തു. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച വ്യക്തിക്ക്, ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇനി തുറന്നു പറയാണ്, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഒരു പ്രമാണമുണ്ടായിരുന്നു. ആ പ്രമാണം എന്ന് പറയുന്നത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണമാണ്. പാപം ഒരു വ്യക്തിയെ മരണത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ ഇവിടെ പറയാണ്, ആ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം വരുത്തി. ആ സ്വാതന്ത്ര്യം അവനെ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ ആത്മാവിലേക്ക് വന്ന് അവൻ്റെ ആത്മാവിനെ ജീവിപ്പിച്ചു. ഇത്തരത്തിൽ വീണ്ടും ജന്മം പ്രാപിച്ചൊരു വ്യക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിലേക്കാണ് ദൈവം അവനെ ഓരോ ദിവസവും നയിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കൂടി ഒരു വ്യക്തിയെ നയിക്കുമ്പോൾ ആ പ്രമാണം എന്ന് പറയുന്നത് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമാണ്. എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനത്താൽ ഒരു വ്യക്തിയിൽ ഉരുവായ ദൈവിക ജീവനെ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം ജീവൻ്റെ സമൃദ്ധിയിലേക്ക് നടത്തും. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൻ്റെ അനുസരണം ഒരു കുഞ്ഞ് ജനിച്ച് വളർന്ന് പക്വതയിലേക്ക് വളർന്നു വരുന്നത് പോലെ ആത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തി ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ അത് ആ വ്യക്തിയെ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് നടത്തും, തേജസ്സിലേക്ക് നടത്തും. ഉയരത്തിലുള്ളതിനെ ലാക്കാക്കിക്കൊണ്ട് നിത്യജീവനെ ആധാരമായിട്ടുള്ളൊരു ജീവിതത്തിലേക്കാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തിയെ നടത്തുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. അപ്പോൾ ഈ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്താൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ പറയാണ്, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സർവ്വലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നുകൊണ്ട് പാപത്തിന് പ്രമാണമുള്ള ഒരു ലോകത്ത് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്താൽ ജീവിക്കുന്ന വ്യക്തി ജീവിതമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ മാറ്റുകയാണ് ചെയ്യുന്നത്. അത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ഓരോ ദിവസവും വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി ജീവൻ്റെ സമൃദ്ധി പ്രാപിക്കുവാനായിട്ട് ഒരു വ്യക്തിയെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുക, നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചിട്ട് ഇപ്പോഴും പാപത്തിൻ്റെ പ്രമാണത്തിൽ രസിച്ചും കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണോ, അതോ ഓരോ ദിവസവും ഈ പറയുന്ന അളവിൽ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്താൽ നയിക്കപ്പെട്ടുകൊണ്ട് യേശു കർത്താവിനെ പോലെ പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയിൽ മുതിർന്നു, ദൈവത്തിന് മനുഷ്യർക്കും പ്രസാദമുള്ളവനായി തീർന്നതുപോലുള്ള ഒരു ജീവിതത്തിലേക്കാണോ നാം നയിക്കപ്പെടുന്നത്? പ്രിയമുള്ളവരെ, യേശു കർത്താവിനെ പിതാവ് ഭൂമിയിലേക്ക് അയച്ചത് മാനവരാശിയെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, മനുഷ്യൻ എങ്ങനെ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ളതിനുള്ളൊരു മാതൃകയ്ക്ക് വേണ്ടി കൂടിയാണ്. കാരണം പാപം ചെയ്ത് എല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ, ദൈവത്തിൻ്റെ ഹിതത്തിനൊത്തവണ്ണം നമുക്ക് മാതൃക കാണിച്ചു തരുവാൻ ആരുമില്ലാതിരുന്നപ്പോൾ, ഏകൻ അനുസരണക്കേടിനാൽ എല്ലാവരും പാപത്തിലായി, അഥവാ ഒന്നാമത്തെ ആദാം എല്ലാത്തിലും തോറ്റുപോയപ്പോൾ ഒടുക്കത്തെ ആദാമായ യേശു കർത്താവ് പിതാവിൻ്റെ ഹിതം സകലത്തിലും നിറവേറ്റി സകലത്തിലും ജയാളിയായിട്ടുള്ളൊരു ജീവിതം ജീവിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ യേശുവിനെയാണ് നാം പിൻപറ്റുന്നത്. ആ യേശുവിനെ, വിശ്വാസത്തിൻ്റെ നായകനായ യേശുവിനെ നോക്കി നമ്മൾ ഓട്ടം സ്ഥിരതയോടെ ഓടുമ്പോൾ, വിശ്വാസത്തിൻ്റെ നായകന് പൂർത്തി വരുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി നമ്മൾ ഓട്ടം സ്ഥിരതയോടെ ഓടുമ്പോൾ അത് നമ്മെ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിൽ ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങളായി മാറ്റുകയും ഓരോ ദിവസവും തേജസ്സിലേക്ക് വളരുന്ന വ്യക്തി ജീവിതങ്ങളായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ മാറ്റുകയാണ് ചെയ്യുന്നത്. കാരണം റോമാലേഖനം 8:18 ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നാം എണ്ണുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം നമ്മളെ തേജസ്സിൻ്റെ മക്കളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. തേജസ്സിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത തേജസ്സുള്ള ശരീരത്തിൻ്റെ ഉടമകളായിട്ട് ദൈവം നമ്മെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. തേജസ്സുള്ള കർത്താവിനോടുകൂടെ തേജസ്സിൽ സ്വർഗത്തിലും ഭൂമിയിലും വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ മക്കളായി, പുത്രന്മാരായി നാം തീരണം. ദൈവത്തിൻ്റെ അതേ എല്ലാ നിറവിനോടും നാം നിറഞ്ഞു വരണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്തെ നമുക്ക് നൽകിയിരിക്കുന്നതും ദൈവവചനത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതും ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരുന്നതും സ്വർഗീയ ദൂതൻ്റെ കാവൽ നൽകുന്നതും
നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അകൃത്യങ്ങളെ, ലംഘനങ്ങളെ, പാപങ്ങളെ അപ്പോൾ തന്നെ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ മുന്നോട്ട് പോകുവാനൊക്കെ നമ്മെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു തിരിച്ചറിവിൽ ജീവിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ക്രിസ്തുവേശുവിൽ അല്ല ജീവിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവെ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണം. യേശു അങ്ങ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവെ, എൻ്റെ ആത്മാവിലേക്ക് വന്ന് എൻ്റെ ആത്മാവിനെ ജീവിപ്പിച്ച് എന്നെ സകല സത്യത്തിലും വഴി നടത്തണമേ. ഞാൻ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി അങ്ങേക്കായി സമർപ്പിക്കുന്നു. എൻ്റെ ശിഷ്ട ജീവിതത്തിൽ യേശുവെ, അങ്ങാണ് ഇനി എൻ്റെ കർത്താവ് എന്ന് ഞാൻ എൻ്റെ രക്ഷയ്ക്കായി എൻ്റെ കൊണ്ട് ഏറ്റുപറയുന്നു. എൻ്റെ കുറ്റബോധത്തിൽ നിന്ന് എന്നെ നീക്കിയതിനായി, എന്നിൽ ഒരു വീണ്ടും ജനനം നൽകിയതിനായി യേശുവെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ഒരളവിൽ തന്നെ സമർപ്പിക്കുന്ന വ്യക്തികളുടെ ജീവിതം ഈ പറയുന്ന ഒരളവിലേക്ക്, ക്രിസ്തു യേശുവിലുള്ളൊരു ജീവിതത്തിലേക്ക് ആയിത്തീരുവാനും ആൾ മാറിയവനെ പോലെ ദൈവം മാറ്റുവാനും ഇടയായിത്തീരും. അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ളൊരു സമർപ്പണത്തിൽ കൂടി ജീവിക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ്, ഓരോ ഭവനങ്ങളും സ്വർഗീയ ഭവനങ്ങളായി തീരുവാൻ കർത്താവ് അങ്ങ് സഹായിക്കണം. ആവശ്യങ്ങളിൽ ദൈവകരം കൂടിയിരിക്കണം. ദുഷ്ടൻ്റെ അയലപ്പെടാതെ എല്ലാവരെയും അങ്ങ് കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വരേണ്ട പ്രത്യാശ കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.